ഇന്ന് നമുക്കൊരു തോട്ട് എക്സ്പെരിമെന്റ് വെച്ച് തുടങ്ങിയാലോ? ഇമാജിൻ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെ ഒരു ടൂറിന് ഒരു റിമോട്ട് ഐലൻഡിൽ പോവുകയാണെന്ന്. നിങ്ങൾ ആ ഐലൻഡ് ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളെ കൊണ്ടുവന്ന കപ്പൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, കാരണം അത് പെർമനന്റ്ലി ഡാമേജ് ആയിരുന്നു. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഡസന്റ് നോ അബൌട്ട് യു. നിങ്ങൾക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ ഒന്നും തന്നെ വേറെ ലോകത്തോട്ടില്ല. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും ആ ഐലൻഡിൽ ജീവിക്കുക എന്ന് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ ദിവസം നിങ്ങളുടെ സുഹൃത്തും കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സുഹൃത്ത് ആ ഐലൻഡിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇതെല്ലാം ഞാൻ രാത്രി കളക്ട് ചെയ്തു, ഇത് ആർക്കും അവകാശമില്ലാതെ കിടന്നതാണ്, ഇത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് എൻ്റെയാണ്, ഇനി മുതൽ ഇതിൻ്റെ അവകാശം എനിക്കാണ്. നിനക്ക് ഇനി ഫുഡ് വേണമെങ്കിൽ ഞാൻ പറയുന്ന പണി എടുത്ത് ജീവിക്കണം. നിനക്ക് ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ നീ ഞാൻ പറയുന്ന പണി എടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ നീ ഫുഡ് എടുക്കാതെ മാറിയിരിക്കുക, ഇതെൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കും ചെയ്യടേ, നീ എന്ത് ഈ കാണിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ ജീവിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് നിനക്ക് വേണ്ടി പണിയെടുക്കുന്നത്? അപ്പോൾ അവൻ പറയാൻ എൻ്റെ കഴിവാണ്, ഞാൻ എൻ്റെ കഴിവ് കാണിച്ചു, അപ്പോൾ കൂടുതൽ കഴിവുള്ളവർക്ക് കൂടുതൽ റിസോഴ്സസ് കിട്ടുക എന്നത് പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി നിയമം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ഇതും പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ വേറെ അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്, നീ വേണമെങ്കിൽ നീന്തി കടന്നു, കടലിൽ നീന്തി കടന്നു. പക്ഷെ ഇതൊരു പ്രാക്ടിക്കൽ ചോയ്സ് ആണ്. 10 കിലോമീറ്റർ നീന്തി അപ്പുറത്തെ ഐലൻഡിൽ പോകുക എന്നതൊരു പ്രാക്ടിക്കൽ ചോയ്സ് ആണ്. ഇവിടെ ഒരു ചോദ്യം, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ചെയ്യുന്നത് ഒരു ഫെയർ ഡീലാണോ? ഇത് ജസ്റ്റിസ് ആണോ? ഭൂരിപക്ഷം ആളുകളും പറയും ഇല്ല, അതൊരു ഫെയർ ഡീൽ അല്ലെന്ന്. ഇമാജിൻ ഇഫ് ഇത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിലുള്ള 2 പേരല്ലാതെ 2 ഗ്രൂപ്പുകളാണെന്ന് വിചാരിച്ചോ, ഈ സമൂഹത്തിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദെൻ വെൽക്കം ടു അവർ കറന്റ് സിസ്റ്റം. ഇത് തന്നെയാണ് ക്യാപിറ്റലിസം. ഒരു വിഭാഗം മനുഷ്യർ റിസോഴ്സസ് എല്ലാം അടക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവർ നിങ്ങളോട് പറയുകയാണ്, ഇനി നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം, ജീവിതകാലം മുഴുവൻ നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ജീവിക്കാനുള്ള ഒരു വക ഞാൻ തരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ, ഞാൻ എന്തിനാണ് നിനക്ക് വേണ്ടി പണിയെടുക്കുന്നത്? നീ എനിക്ക് വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഫുഡ് കിട്ടും. 24 മണിക്കൂർ നീ എനിക്ക് വേണ്ടി പണിയെടുക്കുവാണെങ്കിൽ മാത്രമേ നിനക്ക് ശമ്പളവും അതും തന്ന് നിനക്ക് ഫുഡ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു മുതലാളിയാകാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് അപ്പുറത്തെ ഐലൻഡിൽ നീന്തി കടന്ന് വേറെ ഐലൻഡിലെ ഫുഡ് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുതലാളിയാകാമല്ലോ. സോ ദിസ് ഈസ് ദ സിസ്റ്റം ദാറ്റ് വി ആർ ഇൻ. ഐലൻഡിൽ നടക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്, ഇത് അനീതിയാണെന്ന്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഇതേ സംഭവം നടക്കുമ്പോൾ നമുക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ഹൗ വി ആർ ടോട്ട് ഫ്രം ചൈൽഡ്ഹുഡ്. ചെറുപ്പം തൊട്ടേ നമ്മൾ മറ്റൊരു ആൾക്ക് വേണ്ടി അടിമയായിട്ട് പണിയെടുക്കാനുള്ള ട്രെയിനിങ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നീ നല്ലപോലെ പഠിച്ചാലേ നിനക്ക് വേറൊരു കമ്പനിയിൽ പോയി പണിയെടുക്കാൻ പറ്റത്തുള്ളൂ, പണിയെടുത്താൽ മാത്രമേ നിനക്ക് നിന്റെ പട്ടിണി മാറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ മുതലാളിമാർക്ക് പണിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവന്മാർ എത്ര പണിയെടുത്തില്ലെങ്കിൽ അവന്മാർ കിടന്നുറങ്ങിയാലും അവന്മാരുടെ വെൽത്തും അവന്മാരുടെ സംഭവം കൂടിക്കൊണ്ടിരിക്കും. ക്യാപിറ്റലിസം ഭയങ്കര ഫ്രീഡമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളോട് ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കണം, ഹൗ ഇസ് ദിസ് ഫ്രീഡം?